CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരങ്ങളെല്ലാം തന്നെ ഇനി അങ്ങോട്ട് കോഴിക്കോടും വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ഇനി കോഴിക്കോട് സ്റ്റേഡിയത്തിൽ വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലെ തന്നെ ഫുട്ബോൾ ഏറ്റവും അധികം ഫാൻസ് ബേസ് ഉള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് എന്നുള്ളത്. സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ കാണാൻ കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് 36,000-ഓളം അധികം ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ ISL മത്സരങ്ങൾ EMS സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള സാധ്യതകൾ പങ്കുവച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ CEO അഭിഷേക് ചാറ്റർജി. എല്ലാം ശരിയാവുകയാണെങ്കിൽ അടുത്ത സീസണിൽ കുറച്ച് മത്സരങ്ങൾ കോഴിക്കോട് വെച്ച് നടത്താൻ സാധ്യതയുണ്ടെന്നാണ് അഭിഷേക് ചാറ്റർജി ട്വിറ്ററിൽ വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഗൂഗലും കേരളയുടെ ഹോം ഗ്രൗണ്ടാണ് EMS കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നുള്ളത്. എന്നിരുന്നാലും മലബാറിലെ ഫുട്ബോൾ ഫാൻസിനെ ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്നാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് മത്സരങ്ങൾ കോഴിക്കോട് വെച്ച് നടന്നുമ്പോൾ സ്റ്റേഡിയം മൊത്തം ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസൺ മുതലുള്ള ചെറിയ മത്സരങ്ങൾ കോഴിക്കോട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നതാണ്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് അനുബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം മോഹൻ ബഗാന്റെ ഒരു സൂപ്പർ മിഡ്ഫീൽഡർ ആണ് അനിരുദ്ധ് ഥാപ്പ എന്നുള്ളത്. ഈ ഒരു താരത്തിന് ISLൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചുള്ള എക്സ്പീരിയൻസ് കൂടിയുണ്ട്. ഏതായാലും നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആദ്യ ലെവലിലൊന്നും നമുക്ക് അനിരുദ്ധ് ഥാപ്പയെ കാണാൻ സാധിക്കാറില്ല. അതേ കാരണം താരത്തിന് പരിക്ക് തന്നെയാണ്. ഏതായാലും താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പായി താരത്തിന്റെ ഈ ഒരു സീസണിലെ മത്സരങ്ങളുടെ എല്ലാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങളാണ് ഈ ഒരു സീസണിൽ മോഹൻ ബഗാന് വേണ്ടിയിട്ട് അനിരുദ്ധ് ഥാപ്പ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളതും. ഏതായാലും അനിരുദ്ധ് ഥാപ്പയുടെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അനിരുദ്ധ് ഥാപ്പയുടെ പരിക്ക് പൂർണ്ണമായും ഭേദമാകാൻ 10 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജംഷഡ്പൂർ എഫ്സിക്കെതിരായുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ലഭ്യമാവുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ കണക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതായാലും ആദ്യത്തെ 1-ാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഗ്രേഗ് സ്റ്റുവാർട്ട് ആണ്. താരം 6 മത്സരങ്ങളിൽ നിന്നും 4 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 2-ാം സ്ഥാനത്തുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ സൂപ്പർ ഫോർവേഡ് താരമായിട്ടുള്ള അലാദീൻ ആണ്. അദ്ദേഹം 8 മത്സരങ്ങളിൽ നിന്നും 4 അസിസ്റ്റുകളാണ് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ നമുക്ക് 8-ാം സ്ഥാനത്താണ് കാണാൻ സാധിക്കുക. 8-ാം സ്ഥാനത്ത് മലയാളി സൂപ്പർ താരമായിട്ടുള്ള ഐമനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം 5 മത്സരങ്ങളിൽ നിന്നും 2 അസിസ്റ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 10-ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ നോഹ സദോയെ നമുക്ക് കാണാൻ സാധിക്കും. 6 മത്സരങ്ങളിൽ നിന്നും 2 അസിസ്റ്റാണ് നോഹ സദോയെ നൽകിയിട്ടുള്ളത്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഗോൾ അടിക്കുന്നതിലും കൂടാതെ അസിസ്റ്റ് നൽകുന്നതിലും ഇപ്പോൾ പറ്റ മോശമായി വരികയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് നിലവിൽ എല്ലാ ISL പ്രേമികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ISLലേക്ക് എന്നാണ് VAR അഥവാ VAR എന്നാണ് വരിക എന്നുള്ളത്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നാനി സ്റ്റോപ്പേജ് എന്ന ഒരു മാധ്യമം പുറത്തേക്കിട്ട റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീഡിയോ അസിസ്റ്റന്റ് റഫറി വരാൻ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടക്കം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 19 സ്റ്റോപ്പേജ് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള മാധ്യമമാണ് നമുക്കറിയാം. ഏതായാലും അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ചില വിശ്വാസങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് എന്നും അതിൽ പറയുന്നുണ്ട്. ഏതായാലും എനിവേ എന്തെങ്കിലും വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.